ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അച്ഛനൊന്ന് ഗിറ്റാറിന്റെ സ്ട്രിങ്സ് മാറ്റി തന്നല്ലേ? അത് ശരിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഗിറ്റാർ സെക്ഷനിലുണ്ട്, ഞാൻ എടുത്തുതരാം. ഇല്ല, ഞാൻ പോയി എടുത്തോളാം. താങ്ക് യു. എനിക്കിവിടെയൊക്കെ ഒന്ന് കാണാമല്ലോ. ഓക്കെ. ഹലോ. അസാധാരണമായ ഒരു ഉദ്യാനത്തിന്റെ മധ്യത്തിൽ എത്തിയതുപോലെ തോന്നുന്നു. ഇവിടെ എവിടെയോ എന്നെയും പ്രതീക്ഷിച്ച് പുതുപുത്തൻ സ്ട്രിങ്സും അണിഞ്ഞ് അവൻ നിൽപ്പുണ്ട്. എൻ്റെ മാസ്റ്ററുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് വർഷങ്ങൾ നീണ്ട തപസ്സിനൊടുവിൽ പൂർണ്ണമായും ഇവനെയൊന്ന് മെരുക്കിയെടുക്കാൻ സാധിച്ചത്. കക്ഷി ഇവിടെ നിൽപ്പുണ്ടല്ലോ. മാസ്റ്റർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഗിറ്റാർ ഞാൻ ശരിയാക്കില്ലായിരുന്നു. ഈ വയസ്സാം കാലത്തും ഞാൻ ചെറുപ്പത്തിൽ വായിച്ചു കൂട്ടിയ നോട്ട്സുകൾ എൻ്റെ വിരൽത്തുമ്പിൽ തങ്ങി നിൽക്കുന്നത് പോലെ ഇനി എനിക്ക് അതിന് കഴിയില്ല. എവിടെയെങ്കിലും അവസരം ലഭിച്ചാൽ ഒരിക്കൽ കൂടി എനിക്കൊന്ന് വായിക്കണം മാസ്റ്റർ. ബ്യൂട്ടിഫുൾ ഷോപ്പ്. താങ്ക് യു. അച്ഛാ, ഗിറ്റാറൊക്കെ ഓക്കെ അല്ലേ? ഗിറ്റാർ ഓക്കെ. ഗിറ്റാർ ശരിയാക്കിയതെല്ലാം സ്ട്രിങ്സ് ഒക്കെ നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. ഇത് ഹോളി ക്രോസിലെ പിള്ളേർക്ക് വേണ്ടി ആയിരിക്കും അല്ലേ? ഇല്ല മോനെ, എനിക്ക് വേണ്ടി തന്നെയാ. അച്ഛനിപ്പോൾ എത്ര വയസ്സായി? എനിക്ക് വയസ്സ് 76. പക്ഷെ ചെറുപ്പം മുതലേ ഗിറ്റാറിനോട് വലിയ കമ്പമായിരുന്നു. അത് കാരണം ഇപ്പോഴും അങ്ങനെ വായിക്കും. ഞാൻ വലിയ എക്സ്പേർട്ട് അല്ല, എന്നാലും സാധാരണ ഒരു കോഡ്സൊക്കെ അറിയാം, വായിക്കും, വായിച്ച് പാടും. നല്ല അച്ഛനൊരു സാധനം വായിച്ചോ. Master, please help me. വണ്ടർഫുൾ, അടിപൊളി. നന്നായിരിക്കുന്നു അച്ഛാ. വേറൊരു അടിപൊളി സാധനം കൂടി വായിക്കാവോ? താങ്ക് യു. This is for you, master. Thank you, master. അച്ഛൻ്റെ കവർ ഗിറ്റാർ. താങ്ക്സ്. ഓക്കെ. ഇനി അടുത്ത പ്രോഗ്രാം മാസ്റ്ററിനെ ഒന്ന് കാണണം, നന്ദി പറയണം, അനുഗ്രഹവും മേടിക്കണം. എന്നെ ഈ ഗിറ്റാർ വായിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ മാസ്റ്ററാണ്. This is my master, my boss. എൻ്റെ എല്ലാമായ യേശു, എൻ്റെ ദൈവമേ. ആ സംഭവത്തിന് ശേഷം ഞാൻ ആദ്യമായി ഇന്ന് ഗിറ്റാർ വായിച്ചു. എൻ്റെ കൈകൾക്ക് നല്ല വേദന അനുഭവപ്പെട്ടു. എന്നാലും കുരിശിൽ അവിടുന്ന് സഹിച്ച വേദനയോർത്തപ്പോൾ എൻ്റെ വിരലുകൾക്ക് നുറുങ്ങുന്ന വേദനയിലും ഈ ഗിറ്റാറിൻ്റെ തന്ത്രികൾ മീട്ടുവാൻ സഹായിച്ചു. അവിടുത്തെ സ്നേഹത്തെ പ്രതി
എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. ഒന്നും മറന്നിട്ടില്ല ഞാൻ. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണവും അങ്ങ് തന്നെയാണല്ലോ. കർത്താവെ, ഇതാ ഞാൻ ഫാദർ ജസ്റ്റിൻ പിനേറോ. ഒരു ദിവസവും കൂടി അങ്ങ് എനിക്ക് കൃപാപൂർവം നൽകി. ഈശോയെ, ഒരുപാട് ഒരുപാട് നന്ദി. ഹൃദയപൂർവം നന്ദി, നന്ദി. എന്താണെന്നറിയില്ല, ഇന്നത്തെ ഈ ദിവസം വളരെ പ്രത്യേകതയായി തോന്നുന്നു. എൻ്റെ യേശുവിനെ കാണുന്ന ഓരോ നിമിഷവും എൻ്റെ ഹൃദയം, അതെനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ലല്ലോ. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. സംഗീതത്തോടുള്ള എൻ്റെ താല്പര്യവും അല്ലെങ്കിൽ ഭ്രമമെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അത് നന്നേ ചെറുപ്പം മുതലേ തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഡാഡിയും മമ്മിയും രണ്ടുപേരും വലിയ പ്രൊഫഷണൽ ഗായകരായിരുന്നില്ല എങ്കിലും അവർക്ക് സംഗീതത്തോട് നല്ല താല്പര്യമുണ്ടായിരുന്നു. അവർ പാടുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുവിധം ശ്രുതിയും മധുരമായിട്ട് രണ്ടുപേരും പാടുമായിരുന്നു. താരാട്ടും ഞങ്ങളെ പാടി ഉറക്കും. അപ്പം അതിങ്ങനെ മനസ്സിൽ കിടന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സംഗീതത്തോടുള്ള ഒരു താല്പര്യം വരുവാനായിട്ടുള്ള ഒരു കാരണം മിക്കവാറും അതായിരിക്കണം. പിന്നീട് അതിനുശേഷം ദേവാലയത്തിൽ പോയി അവിടെ വെച്ച് കൊയറിൽ ചേർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗിറ്റാറിനോട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം തോന്നിയത്. ഗിറ്റാർ ആദ്യമായിട്ട് കണ്ടത് ഞങ്ങളുടെ സ്പെയിനിൽ നിന്ന് വന്ന ഒരു കൊച്ചച്ഛൻ്റെ കയ്യിലാണ്. അന്ന് എനിക്ക് വയസ്സ് 6-7 വയസ്സ് കാണും കഷ്ടിച്ച്. അപ്പോൾ അത് വലിയ താല്പര്യമായിരുന്നു. അവർ അച്ഛൻ ആ കോഡുകളൊക്കെ വായിക്കുമ്പോൾ അതിനോട് ചേർന്ന് പാട്ടുകളോട് ചേർന്ന കോഡുകൾ നൽകുമ്പോൾ നല്ല ശ്രുതി, നല്ല രസമായിരുന്നു യഥാർത്ഥത്തിലത്. ശരിക്കതിൽ ലയിച്ചിങ്ങനെ ഇരുന്ന് പോകാനായിട്ട് തോന്നുമായിരുന്നു. അപ്പോൾ അതെങ്ങനെയെങ്കിലും പഠിക്കണം. എൻ്റെ കയ്യിൽ ഗിറ്റാറൊന്നുമില്ല. പക്ഷെ അടുത്ത വേറൊരു സുഹൃത്തിൻ്റെ കയ്യിലൊരു ഗിറ്റാറുണ്ട്. അപ്പോൾ അയാൾ എന്നെ പഠിക്കാനായിട്ട് അനുവദിച്ചിരുന്നു. അത് പറഞ്ഞു, താൻ എപ്പോൾ വേണമെങ്കിലും വന്നു കഴിയുമ്പോൾ ഞാനിവിടെ ഇല്ലാത്തപ്പോഴേ എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പം ഞാൻ അന്ന് ചെറുതായതുകൊണ്ട് എൻ്റെ വിരലുകളൊക്കെ ചെറുതായിരുന്നു. ആ വിരലുകളൊന്നും വേണ്ട സ്ഥലത്ത് അത് അമർത്താനായിട്ട് സാധിക്കുമായിരുന്നില്ല. ചിലപ്പോൾ അമർത്തി വരുമ്പോൾ നല്ല വേദനയുണ്ടാകും. അപൂർവം ചില സമയത്ത് വിരൽ പൊട്ടി ചോര വന്നിട്ടുണ്ട്. എങ്കിലും ഇതിനോടുള്ള താല്പര്യം അത്രമാത്രമായത് കാരണം എങ്കിലും കട്ടിച്ച് പിടിച്ച് ആ കോഡുകൾ പിടിച്ചെടുക്കുമായിരുന്നു. അങ്ങനെയാണ് അതിനോടുള്ളൊരു താല്പര്യം. ക്രമേണ കോഡുകളെല്ലാം വശത്താക്കി ഞാനങ്ങനെ വലിയൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ഗിറ്റാർ വായനക്കാരനല്ല. എങ്കിലും സാധാരണ പാട്ടുകളൊക്കെ പാടി അത് അക്കമ്പനി ചെയ്യാനായിട്ട്, ഗിറ്റാർ കൊണ്ട് അക്കമ്പനി ചെയ്യാനായിട്ട് വലിയ ഇഷ്ടമായിരുന്നു. അത് രസകരമായിട്ട് അക്കമ്പനി ചെയ്യുകയും ചെയ്യും. അത് പ്രാർത്ഥിക്കാനാണ് കൂടുതലും. പിന്നീട് ആദ്യമേ മറ്റ് ഗാനങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുമായിരുന്നെങ്കിലും പിന്നീട് പ്രാർത്ഥനാ ഗാനങ്ങൾ, പ്രത്യേകിച്ച് ധ്യാനിക്കാൻ പോയ അവസരത്തിൽ പഠിച്ചെടുത്തതായിട്ടുള്ള ഇംഗ്ലീഷ് പാട്ടുകൾ. അന്ന് ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷ് ഗാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്താണ് വാസ്തവത്തിൽ ഈ ധ്യാനത്തിൽ കൂടാനും പിന്നീട് ഈ പാട്ടുകൾ
പഠിച്ചെടുക്കുവാനും പിന്നെ രാത്രിയിൽ ദേവാലയത്തിൽ വന്ന് മറ്റ് വൈദികരെല്ലാം പോയി കിടന്നുറങ്ങുമ്പോൾ ദേവാലയത്തിൽ വന്ന് പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കുക, ആരാധിക്കുക ഒക്കെ ഇങ്ങനെ ചെയ്തിരുന്നു. പിന്നീട് എനിക്ക് ആ ഗിറ്റാറിലേക്ക് ഭ്രമം തോന്നിക്കഴിഞ്ഞപ്പോൾ അതിനോട് ഒത്തിരി ഒരു അടുപ്പവും ഞാൻ ഇല്ലാത്തപ്പോൾ എൻ്റെ കട്ടിലയിൽ കിടത്തി കമ്പിളി കൊണ്ട് പൊതിഞ്ഞ്, കാരണം അത് തണുത്ത് പോകരുത് അല്ലെങ്കിൽ ഈർപ്പം തട്ടരുത്, അതിനു വേണ്ടിയിട്ടാണ് പ്രകാരം ചെയ്തിരുന്നത്. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ അവരതേക്കുറിച്ച് വിമർശിക്കുമായിരുന്നു. ഇത്ര വലിയ കാര്യമായിട്ട് പിള്ളേരെ നോക്കുന്നത് പോലെയാണോ അത് നോക്കുന്നത്? ഞാൻ പറയാറുണ്ടായിരുന്നു, അതങ്ങനെ നോക്കിയാലേ അത് ശരിയാകുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ടോണൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഇരുന്ന അവസരത്തിലാണ് ഒരിക്കൽ ഊട്ടിക്ക് പോകുമ്പോൾ, എൻ്റെ ഒരു പെങ്ങൾ അവിടെ ഊട്ടിയിൽ ടീച്ചറാണ്. അപ്പോൾ അവളിങ്ങനെ പറയുമായിരുന്നു, അച്ഛാ അവധിക്ക് വരണം, വരുമ്പോൾ ഗിറ്റാർ തീർച്ചയായിട്ടും കൊണ്ടുവരണം, നമുക്ക് വൈകിട്ട് ഇരുന്ന് പാടാം, ഗിറ്റാറൊക്കെ വെച്ച് പാടാം എന്നൊക്കെ ഇങ്ങനെ പറയാം, കൊണ്ടുപോകുമായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വൈദികൻ, നേരത്തെ ജോസഫ് ജോൺ അച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹം, ആ കാലത്തിൽ അദ്ദേഹത്തിന് ഈ പാട്ടിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഈ ഗിറ്റാറും കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം പറയും, തൻ്റെ ഈ ചിരവ ഒന്ന് കളയാമോ? ഞാൻ പറഞ്ഞു, ഇതിൻ്റെ വില അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ പറയുക. അപ്പോൾ ഞാനത് സൂക്ഷിച്ച് ട്രെയിനിലോ ബസ്സിലോ ഒക്കെ ആണെങ്കിൽ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാണത് കൊണ്ടുപോവുക. ഒരിക്കൽ നിലമ്പൂരെത്തിയപ്പോൾ ടയർ പഞ്ചറായി ബസ്സിൻ്റെ. ആ ടയർ പഞ്ചറായി കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ പറഞ്ഞു എല്ലാവരും ഇറങ്ങിത്തരണം, കാരണം വണ്ടിയുടെ ടയർ മാറ്റിയിടാനുണ്ട്. അപ്പോൾ ഗിറ്റാർ അവിടെ ഇരിപ്പുണ്ട്, എല്ലാവരും ഇറങ്ങി. ഇപ്പം ഞാനും ഇറങ്ങിയെങ്കിലും എനിക്ക് പുറത്തു നിന്നാൽ ഗിറ്റാർ കാണത്തക്ക വിധത്തിൽ എൻ്റെ സീറ്റിൽ ഗിറ്റാർ വെച്ചിട്ട് അതിൻ്റെ ഈ ഹെഡ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ കൂടി ജനലിൽ കൂടെ പുറത്തേക്കിട്ടു. അപ്പോൾ അങ്ങനെ നിന്ന് ദൂരം മാറി നിന്നാലും കാണാം ഗിറ്റാർ അവിടെ ഇരിക്കുന്ന, ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ഞങ്ങൾക്കൊരു വളവ് വളഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടിയിരുന്നു. പോയി തിരിച്ച് വന്ന് ഞാൻ ആദ്യം നോക്കിയത് ഗിറ്റാർ ആ സ്ഥലത്ത് ഇരിപ്പുണ്ടോ എന്നാണ്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ ഞാൻ ഒരൊറ്റ ഓട്ടോ ഓടി മറ്റേ അച്ഛനെ അവിടെ ഇട്ടിട്ട് നേരെ ബസ്സിനകത്ത് കയറി നോക്കിയപ്പോൾ ഗിറ്റാർ അവിടെ ഇല്ല, പക്ഷേ സീറ്റിൽ കിടപ്പുണ്ട്. ഗിറ്റാറിൻ്റെ നീളത്തിൽ സീറ്റിൽ അങ്ങനെ ഒതുങ്ങുകയില്ല. അപ്പം ഞാനത് കയ്യിലെടുത്തപ്പോൾ അതെല്ലാം കൂടെ അതിനകത്ത് കടകടാന്നുള്ള ശബ്ദം കേട്ടു. ഗിറ്റാറ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അടുത്തിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, സാറേ അത് മുകളിൽ നിന്ന് അവർ ടയർ ഇറക്കിയപ്പോൾ കൃത്യം അതിൻ്റെ മുകളിൽ വീണു, അതിൻ്റെ ഹാൻഡ് തകർന്നു പോയി, അപ്പോൾ അതാ പറ്റിപ്പോയത്. അപ്പോൾ എൻ്റെ നെഞ്ച് തകർന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് അന്നേരം. മറ്റേ അച്ഛൻ കൂടി വന്ന് ആശ്വസിപ്പിക്കാനൊക്കെ നോക്കിയിട്ടും ഒരു നിവൃത്തിയില്ല, കാരണം അതെൻ്റെ കൈക്കിണങ്ങിയ ഒരു നല്ല ഗിറ്റാറായിരുന്നു. അങ്ങനെ അന്നേരം ഒന്നും അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. കരഞ്ഞില്ല, പക്ഷേ കാരണം ആളുകളൊക്കെ ഉണ്ടല്ലോ, മോശമല്ലേ കരയുന്നത്. പക്ഷേ എനിക്ക് കരച്ചിനേക്കാൾ കൂടുതൽ അരിശമാണ് വന്നത്. ആ മനുഷ്യരതൊന്നും ബസ്സിൽ ചുറ്റും ഇത്രയധികം സ്ഥലം ഉണ്ടായിട്ടും കൃത്യം ഈ ഗിറ്റാർ ഇരുന്നതിൻ്റെ പുറത്തുകൂടെ ഇവർ ഈ ടയർ ഇറക്കിയല്ലോ. പിന്നെ നോക്കിയപ്പോഴേ ടയർ ഇറക്കാനുള്ള ആ സ്ഥലം കൃത്യമായിട്ട് ഞാൻ ഗിറ്റാർ വെച്ച സ്ഥലം തന്നെയാണ്. അവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു പണി ചേർത്തിട്ടുണ്ട്, ഇത് ടയർ ഇറക്കാൻ പറ്റിയ രീതിയിൽ കൂടി സ്ലിപ്പ് ചെയ്ത് ഇറക്കാൻ പറ്റിയ രീതിയിൽ. അപ്പോൾ നമ്മുടെ കുഴപ്പമായിരുന്നു യഥാർത്ഥത്തിൽ, ശ്രദ്ധിക്കാതെ കൊണ്ട് വെച്ചതാണ്. ഏതായാലും ആ പിക്നിക്കിൻ്റെ സ്പിരിറ്റ് മുഴുവനും പോയി. അപ്പം എനിക്ക് സംസാരിക്കാനൊന്നും തോന്നിയില്ല. മറ്റേ കൂടെയുള്ള അച്ഛൻ വർത്തമാനം പറയാനൊക്കെ ശ്രമിച്ചെങ്കിലും ഞാൻ മിണ്ടാതിരുന്നു മുഴുവൻ സമയം. അപ്പോൾ എന്നോടിങ്ങനെ പറയുമായിരുന്നു, പേടിക്കണ്ട, ഞാൻ കോട്ടയത്തോ അല്ലെങ്കിൽ എറണാകുളത്ത് വരുമ്പോൾ ഞാൻ വാങ്ങിച്ചു തരാം. പിന്നെ പുതിയ ഗിറ്റാർ മേടിച്ചായിരുന്നു. പക്ഷെ പിന്നീടാണ് എൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായത്. ഇത് ദൈവം ഇങ്ങനെ ചിലപ്പോൾ അനുവദിക്കാറുണ്ട്, നമ്മുടെ വിഗ്രഹങ്ങളെ തകർത്ത് കളയാറുണ്ട്. ആ തകർത്ത് കളയുന്നതിൻ്റെ കാരണം അതാണ്. അതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് അറിയുക, ഉപയോഗിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞത് ഉപയോഗിക്കുക. പക്ഷേ ദൈവത്തേക്കാൾ കൂടുതൽ ഒരടുപ്പം അവയോട് പാടില്ല, അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ മറ്റേ ഗിറ്റാറും ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ പാട്ടുകളൊക്കെ വായിക്കുകയും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമായിരുന്നു. എങ്കിലും കുറേ അറ്റാച്ച്മെൻറ്റ് അതിനോടുണ്ട്, സംശയമില്ല ഏതായാലും. അപ്പോൾ അത് ആർക്കെങ്കിലും അങ്ങനെ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഞാനത് പിന്നെ നവീകരണത്തിൽ വന്നപ്പോഴത്തെ ഗിറ്റാർ ഞാൻ നന്നായിട്ട് ബ്ലെസ് ചെയ്തു, വെഞ്ചരിച്ച് അതിനകത്ത് വേറെ പ്രൊഫൈൻ പാട്ടുകളൊന്നും വായിക്കുകയില്ല, അക്കമ്പനി ചെയ്യില്ല. അതിനകത്ത് ക്രിസ്തീയ പാട്ടുകൾ മാത്രമേ ഉള്ളൂ, കർത്താവിനെ സ്തുതിക്കാൻ മാത്രമുള്ളൂ. പ്രൈസ് ദ ലോർഡ് എന്നും പറഞ്ഞ് അവിടെ എഴുതിയൊക്കെ വെച്ചായിരുന്നു ഗിറ്റാറിൻ്റെ ഈ ഭാഗത്തൊക്കെ. അതിനൊരു കാരണം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ. ഒരിക്കൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ബൈക്കിലായിരുന്നു യഥാർത്ഥത്തിൽ. ബൈക്കിൽ പോകുന്ന അവസരത്തിൽ
എതിരെ ഒരു വണ്ടി വന്നു, ഒരു ലോറി വന്നു. ആ ലോറിയെ ഒഴിവാക്കാനായിട്ട് ഞാൻ ബൈക്ക് അല്പം മാറ്റി. എൻ്റെ പുറകെ വേറൊരു ലോറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ലോറി ഒത്തിരി വേഗത്തിൽ വന്നതാണ്. അപ്പോൾ ലോറി അല്പം സ്ലോ ചെയ്തിരുന്നെങ്കിൽ ഞാനതിൻ്റെ ബൈക്ക് അല്പം കൂടെ റൈറ്റിലേക്ക് മാറ്റിയിട്ട് അതിന് പോകാനായിട്ടുള്ള വഴി കൊടുക്കുമായിരുന്നു. പക്ഷെ അയാൾ വന്ന സ്പീഡിൽ തന്നെ പോയിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ ബൈക്ക് അത് എങ്ങോട്ട് മാറ്റാനായിട്ട് സാധിച്ചില്ല. വഴിയിൽ വേറെ ഏതൊരു വലിയ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് കൊണ്ട് ആ ലോറി കുറേ കൂടെ വലതേക്ക് നീങ്ങേണ്ടി വന്നു. വലതേക്ക് നീങ്ങിയപ്പോഴും ബൈക്കും അതുപോലെ നീങ്ങേണ്ടി വന്നു. നീങ്ങി. പക്ഷേ സംഭവിച്ചത് എതിരെ വേറൊരു കാറ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കാറും എൻ്റെ ബൈക്കും കൂടെ ശരിക്ക് നേർക്ക് നേർ ഒരിടി. വലിയ സ്പീഡില്ലായിരുന്നു. പക്ഷേ ഞാൻ ബൈക്കിൽ നിന്ന് തെറിച്ച് പൊങ്ങി റോട്ടിൽ പോയി തലയും കുത്തി വീണു, കൈയും കുത്തി വീണു. ഹെൽമെറ്റ് ഉണ്ടായിരുന്ന കാരണം തല രക്ഷപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് അപ്പോൾ തന്നെ ആ ലോറി ഡ്രൈവർ അവിടെ നിന്ന് ഇറങ്ങി വന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു അയാൾ. അപ്പോൾ അയാൾ പറഞ്ഞു, ഫാദറാണെന്ന് മനസ്സിലാക്കി, ഫാദർ താമസിക്കുന്ന സ്ഥലത്തെ ഫോൺ നമ്പർ ഒന്ന് തരുമോ? അപ്പോൾ ഫോൺ നമ്പർ ഓർത്തിട്ട് പിടികിട്ടിയില്ല. പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഈശോ തന്ന ഒരു വചനമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അതായത് ദൈവം താൻ സ്നേഹിക്കുന്നവരെ പ്രഹരിക്കുന്നു, അവിടുന്ന് മക്കളായി സ്വീകരിക്കുന്നവരെ ശിക്ഷിക്കുന്നു. ആ ഒരു ആശയത്തിലുള്ള വചനമായിരുന്നു യഥാർത്ഥത്തിലത്. അപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു, അച്ഛാ ആ ഫോൺ നമ്പർ ഒന്ന് തരാമോ? അപ്പോൾ ഫോൺ നമ്പറിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം എബ്രായ 12:6 മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. പിന്നീട് ഫോൺ നമ്പർ കിട്ടി. ഞാൻ അയാളോട് പറഞ്ഞു, പോയി. അപ്പോൾ പിന്നെ അയാൾ വിളിച്ചു സെമിനാരിയിൽ നിന്ന്. അപ്പോൾ ഞാനന്ന് സെമിനാരിയിലാണ്, മേജർ സെമിനാരിയിൽ, ആലുവായിൽ കർമ്മൽഗിരി സെമിനാരിയിലായിരുന്നു. അപ്പോൾ അവർ അച്ഛന്മാർ വന്ന് എന്നെ അവിടെ നിന്ന് ലൂർദിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എനിക്ക് ഒടിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്നേരം അറിഞ്ഞില്ല, ആ മരവിപ്പ് കൊണ്ട് ഒന്നും അറിഞ്ഞില്ല. അവിടെ ചെന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന ഒരു നേഴ്സ് വന്ന് നോക്കിയപ്പോൾ എൻ്റെ ദേഹത്തെല്ലാം പറഞ്ഞു കീറിയിട്ടുണ്ട്. അപ്പോൾ അവർ സ്പിരിറ്റ് ഇട്ട് നന്നായിട്ട് തൂത്തു. നല്ല വേദനയുണ്ടായിരുന്നു. എങ്കിലും പെട്ടെന്ന് ഈ വചനവും ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആ വേദനയെല്ലാം മറന്നു. മറ്റേ അച്ഛന്മാർ വന്നപ്പോൾ ഞാൻ അവരോട് ഒരുപാട് സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു വിരലിങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുന്നുണ്ട്, ഒരു ചൂണ്ടുവിരൽ, ഈ വിരൽ ഒടിഞ്ഞ്. അപ്പോൾ അതൊക്കെ കണ്ട് അവർ വല്ലാതെ വിഷമിച്ച്. പക്ഷേ എനിക്ക് നല്ല സന്തോഷമായിരുന്നു ഈശോ വചനം തന്നത് കാരണം. കർത്താവ് കൂടെയുണ്ട്, വേദനകളൊന്നും വേദനയേ അല്ല ഈശോയെ കൂടെ ഉള്ളപ്പോൾ. അവർ വന്ന് പിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ വന്നപ്പോൾ എവിടെ പിടിച്ച് പൊക്കും, എല്ലായിടത്തും ഒടിവാണ്. അവസാനമാണ് അറിഞ്ഞത് 16 ഒടിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു. ചെറിയ ചെറിയ ഒടിവുകളാണ്. അപ്പോൾ അതിലെൻ്റെ വിരലുകളെല്ലാം ഒടിഞ്ഞു പോയി. കൈവിരലുകൾ, കാലിലെ വിരൽ, കാൽപാദത്തിലവിടെ. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഒരിക്കലും ഗിറ്റാർ വായിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല, ഞെക്കാനായിട്ട് പറ്റത്തില്ല. ഈ വിരലുകൾ എന്താ ശരിക്കും കോർഡിനേറ്റ് ചെയ്യത്തില്ല. ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് കോഡുകളൊന്നും എടുക്കാൻ പറ്റിയില്ല. വളരെ അപൂർവം എ മേജർ, ഡി മേജർ, ജി മേജറൊക്കെ അതുപോലെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി കോഡുകളൊന്നും എടുക്കാനായിട്ട് സാധിക്കത്തില്ല. വിരലുകളൊന്നും വഴങ്ങിയില്ലായിരുന്നു. ആദ്യം ഒരല്പം വിഷമം ഉണ്ടാക്കിയെങ്കിലും പിന്നെ ഓരോന്നിനും ഓരോ കാലഘട്ടം ഉണ്ടായിരിക്കും. കർത്താവ് അത് തന്നു, ദൈവം തന്നു, ദൈവം എടുത്തു. അപ്പം ദൈവത്തിൻ്റെ നാമം മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ആ രീതിയിലായിരുന്നു അത് പരിഹരിക്കാൻ ഈശോ എന്നെ അനുവദിച്ചതും അനുഗ്രഹിച്ചതും. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും ഇടരുമെൻ വഴിയിലും നാഥാ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥാ നിന്നെ കണ്ടു. വിരിയുമീതളിലും കണ്ടു, എരിയുമീ തിരിയിലും കണ്ടു. എന്നിലെ ശ്വാസമായി നീ നിറഞ്ഞു,
എന്നാത്മാവിൻ നാളമായി നീ തെളിഞ്ഞു. ഈ നാദത്തിലും അതിൻ രൂപത്തിലും മഴവില്ലിലും തിങ്കളിൻ ചന്തത്തിലും ഈ സ്വരം ഏഴിലും യേശുനാഥ നിന്നെ കണ്ടു. എൻ്റെ നാഥൻ്റെ മണവറയാകുന്ന അൾത്താരയിൽ കുർബാന അർപ്പിക്കുന്ന ഓരോ നിമിഷവും എന്തൊരാനന്ദമാണെന്നോ. ഇതാണ് ഞങ്ങളുടെ വൈദിക മന്ദിരത്തിൻ്റെ ചാപ്പല്. ഞങ്ങളിവിടെ വൈദികർ 9 പേരുണ്ട്. പലരും രോഗികളാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ കുർബാന അർപ്പിക്കുക. സമൂഹ ദിവ്യബലിയായിട്ട് അകത്തേക്ക് വരാം, ചാപ്പലിനകത്തേക്ക് വരാം. ഇപ്പോഴ് ഒരു ദിവ്യബലി കഴിഞ്ഞതേ ഉള്ളൂ. ഈ ദിവ്യബലിയെക്കുറിച്ചും അൾത്താരെക്കുറിച്ചും ഒക്കെ ഓർക്കുമ്പോഴേ എൻ്റെ ചിന്തകളിങ്ങനെ വർഷങ്ങൾക്ക് മുമ്പിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ ഒരുപാട് വർഷങ്ങൾ പിന്നിട്ട് ഞാനൊരു ബാലനായിരുന്ന അവസരത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് കൂടുവാനായി, അന്ന് എൻ്റെ കൂട്ടുകാർ പ്രായമുള്ളവർ കുർബാനയ്ക്ക് കൂടുമായിരുന്നു. അപ്പോൾ അവരുടെ ഈ വലിയ ഈ പദവിയോ ഈ ആനുകൂല്യവും ഈ ഒരു വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഒരു അവസ്ഥ, അപ്പോൾ അത് എനിക്കും കൈമുതലാക്കണം എന്ന വലിയൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് നടന്നില്ല. എങ്കിലും ക്രമേണ ഞാൻ വികാരി അച്ഛനെ സമീപിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ അതിന് സഹായിച്ചു. അങ്ങനെ ഞാൻ ദിവ്യബലി അർപ്പിക്കുന്ന വൈദികർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. അത് വീട്ടിലും വലിയ സന്തോഷമായിരുന്നു അവർ. കാരണം അവർ ദൈവഭക്തരായിട്ടുള്ള മാതാപിതാക്കന്മാരായിരുന്നു, സഹോദരങ്ങളും അതുപോലെ തന്നെ. ഈ കുർബാനയെക്കുറിച്ച് അൾത്താരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരുപാട് സന്തോഷം എനിക്ക് തോന്നാറുണ്ട്. കർത്താവ് തന്ന വലിയൊരു കൃപയാണ് ഈ പരിശുദ്ധ പരമ ദിവ്യബലി അർപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ജീവിതത്തിൻ്റെ വലിയൊരു അനുഭവമാണ്. തന്നെയല്ലാതെ ഈശോമിശിഹായോട് ചേരുന്നതിനുള്ള കർത്താവ് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അത്ഭുതമാണ് യഥാർത്ഥത്തിൽ. അപ്പം അത് പരിശുദ്ധ കുർബാനയിൽ കാസ ഉയർത്തുമ്പോൾ പലപ്പോഴും അത് നെഞ്ചോട് ചേർത്ത് വയ്ക്കണം. അതിലുള്ള തിരുശേഷിപ്പ് ഈശോമിശിയുടെ രക്തം, അതുപോലെ തന്നെ അപ്പം തന്നെ ഇടയ്ക്ക് കുർബാന ചൊല്ലിയിട്ടുള്ളപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഒരു വൈദികനാകുവാനായിട്ട് അന്ന് സാധിക്കുമെന്ന് ഒരിക്കലും എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അത് ആഗ്രഹിച്ചുമില്ല. യഥാർത്ഥത്തിൽ ഒരു അൾത്താര ബാലനാകണം, അതുമാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ദൈവം പല അത്ഭുതങ്ങളിലൂടെ എന്ന് തന്നെ പറയട്ടെ, ഇന്ന് എന്നെ ഒരു വൈദികനാക്കി തീർത്തിരിക്കുന്നു. എത്രമാത്രം ദിവ്യബലിയാണ് ഈ കാലയളവിൽ ഞാൻ അർപ്പിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. കാര്യം പ്രാരംഭകാലത്ത് ഈ ഒരു ദിവ്യ രഹസ്യത്തെ പൂർണ്ണമായിട്ടും അറിയുവാനോ ഉൾക്കൊള്ളുവാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ലെങ്കിലും ബുദ്ധിപരമായിട്ടല്ല, അതിനേക്കാൾ കൂടുതൽ കർത്താവുമായിട്ടുള്ള ഒരു ഹൃദയബന്ധത്തിലാണ് ഈ ഒരു ദിവ്യ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ദൈവം എനിക്ക് തരിക. ഈശോയോട് അടുക്കണമെങ്കിൽ പരിശുദ്ധ കുർബാനയോട് അടുക്കണമെന്നുള്ളൊരു സത്യം ഞാൻ അറിഞ്ഞു. ആ സത്യത്തിൽ ഇന്ന് വരെ പോകാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കർത്താവുമായിട്ടുള്ള പ്രത്യേകിച്ച് അതൊരു രൂപാന്തരീകരണത്തിൻ്റെ ഒരു നിമിഷമാണ് യഥാർത്ഥത്തിൽ. കാരണം അപ്പവും വീഞ്ഞും ഈശോമിശിയുടെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്ന ആ നിമിഷം എത്ര ശ്രേഷ്ഠമാണെന്ന് മാനുഷികമായിട്ടുള്ള വാക്കുകളിൽ ഒരിക്കലും ആർക്കും വർണ്ണിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം അത് വലിയ ദിവ്യ രഹസ്യമാണ്. അത് ദിവ്യ രഹസ്യമായിട്ട് തന്നെ നിലകൊള്ളട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ഇന്നിപ്പോൾ ഈ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഒരു അൾത്താര ബാലനാകുവാൻ മാത്രം ആഗ്രഹിച്ച എന്നെ കർത്താവ് ഒരു വൈദികനായി ഉയർത്തുകയും ആ വൈദിക വൃത്തിയിൽ ഇന്നുവരെ നിലനിൽക്കുവാനും അത് സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിലനിൽക്കുവാനും ദൈവം അനുഗ്രഹിച്ചു. അതിനിടയ്ക്ക് ചിലപ്പോൾ വേദനാജനകമായിട്ടുള്ള ചില കാര്യങ്ങൾ കേൾക്കാറുണ്ട്. ചില വൈദിക വൃത്തി ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ. പക്ഷേ ദൈവം അതിനൊന്നും എന്നെ അനുവദിച്ചില്ല. അപ്പം അതുകൊണ്ട് കർത്താവിന് 1000 നന്ദി പറയുന്നു.
യഥാർത്ഥത്തിൽ ക്രിസ്തീയ സ്നേഹം എന്താണെന്ന് വെച്ചാൽ വെറുതെയുള്ള സ്നേഹമല്ല, അപരനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറാകുന്ന സ്നേഹമാണെന്ന് നന്ദിയോടെ ഞാൻ തിരിച്ചറിയുന്നു. ഇന്ന് ഈ വൈദിക മന്ദിരത്തിൽ ജീവിതം ചെലവഴിക്കുന്ന ഈ സമയത്ത് നന്ദിയോടെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ചെറുപ്പത്തിൽ എനിക്ക് സംസാരിക്കുമ്പോൾ വിക്കുണ്ടായിരുന്നു. വല്ലാത്ത മനോവിഷമം തോന്നിച്ച സമയമായിരുന്നത്. പക്ഷെ ദൈവം അത് കണ്ട് എനിക്ക് ഈ വിക്കിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം നൽകി. ഇത്രമാത്രം സ്നേഹിക്കുന്ന മറ്റൊരാളെ ഈ ലോകത്ത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇനി ആരും ഉണ്ടാവുകയുമില്ല. പണ്ടത്തെ അത്രയും ഒരു തമാശയും ഒരു സന്തോഷം ഇപ്പം ഇല്ല, വരുന്നില്ല. അതെന്താണ്, ഒരു സീരിയസ്നെസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് മുഖത്തൊക്കെ. ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ്. വെരി ഗുഡ്. അങ്ങനെ ഒരു തമാശ. അപ്പോൾ ഇത് എൻ്റെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കളാണ് ഇവർ. ഞങ്ങൾ തമ്മിൽ വളരെ വർഷത്തെ പരിചയമുണ്ട്. സെമിനാരി വെച്ചൊന്നല്ല, അതിനു മുമ്പ് തന്നെ പരിചയമുള്ളതാണ്. മൈനർ സെമിനാരിയിൽ ചേരുമ്പോൾ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് ജോണച്ചൻ, ജോജോ എന്ന് ഞങ്ങൾ ഷോർട്ട് ഫോമിൽ വിളിക്കും. അച്ഛൻ്റെ പേര് ജോസഫ് നെടുന്നിലത്ത്, ഫാദർ ജോസി എന്ന് വിളിക്കും. പക്ഷേ ഞങ്ങൾ വിളിക്കുമ്പോൾ സാധാരണ പയ്യനെ എന്നാണ് വിളിക്കുന്നത്. അത്രയും ഈ ഫ്രീഡം ഉള്ളത് കൊണ്ട് പയ്യനെ എന്നാണ് സാധാരണഗതി വിളിക്കുന്നത്. ഇദ്ദേഹത്തെ ഞങ്ങൾ വേറൊരു പേരുകൂടി വിളിക്കാറുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ആശാനായിരുന്നു. അത് ഞാൻ ബോർഡിങ്ങിൽ പഠിക്കുന്ന അവസരത്തിലും ഇദ്ദേഹമായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ഇദ്ദേഹത്തോടായിരുന്നു വാസ്തവത്തിൽ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വളരെ രസകരമായിട്ട് അച്ഛൻ്റെ അതിനുള്ള മറുപടി പറയുകയും പിന്നെ എല്ലാവരും ചേർത്ത് നിർത്താനും കഥകളൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെയൊക്കെ ഒരുമിച്ച് കൂട്ടാനൊക്കെ ഉള്ളൊരു പ്രത്യേക കഴിവ് അച്ഛനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വാസ്തവത്തിൽ പരിചയപ്പെട്ട്. പിന്നെ അത് സെമിനാരി ചേർന്ന് അത് മുൻപോട്ട് അങ്ങനെ പോയി. കാര്യം ഞങ്ങളെ ഈ വർഷങ്ങളിലെ വ്യത്യാസമുണ്ട്. അച്ഛനാണ് ഏറ്റവും സീനിയർ, അത് കഴിഞ്ഞിട്ട് ഞാൻ, അത് കഴിഞ്ഞിട്ട് അച്ഛൻ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ. ജസ്റ്റിനുമായിട്ടുള്ള എൻ്റെ പരിചയം ഞാൻ ഓർക്കുമ്പോൾ, ഞാൻ മൈനർ സെമിനാരിയിൽ ചേരുന്ന വർഷം 1960 എൻ്റെ ഓർമ്മ. അന്നാണ് അച്ഛനുമായി ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എൻ്റെ ഫാദറാണ് എന്നെ മൈനർ സെമിനാരിയിൽ കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ ജസ്റ്റിനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ, വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ മകനാണ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തിയത്. അന്ന് മുതൽ തുടങ്ങിയ ആ ഒരു സ്നേഹവും ബന്ധവും ഇന്നും നിലനിൽക്കുന്നു. ഒരിക്കൽ എനിക്ക് വൈദിക വൃത്തിയിൽ ഒരു ക്രൈസിസ് ഉണ്ടായിരുന്ന അവസരത്തിൽ എന്നെ വളരെ സഹായിച്ചവരാണ് ഇവർ 2 പേരും. അപ്പോൾ അങ്ങനെ ആ അടുപ്പം കുറേ കൂടെ കൂടുതലായിട്ട് കൂടി. അത് പല കാര്യങ്ങളിൽ ഉപദേശമായിട്ടും അല്ലെങ്കിൽ കൂട്ടായ്മയായിട്ടും അല്ലെങ്കിൽ അടുത്ത് വന്ന് ആ ദിവസങ്ങളിൽ കൂടെ ആയിരുന്ന് സംസാരിച്ച് പരിഹരിക്കാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇവർ 2 പേരും. അപ്പോൾ കർത്താവ് ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നതാണ്. അതല്ലായിരുന്നെങ്കിൽ വാസ്തവത്തിൽ തുടരുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു. കാരണം എൻ്റെ വിക്ക് അത്രമാത്രം ഒരു തടസ്സമായിട്ട് എനിക്ക് തോന്നി അന്നത്തെ ആ കാലഘട്ടത്തിൽ. അതുപോലെ അന്നുണ്ടായിരുന്ന ഞങ്ങളുടെ പിതാവ് കൊർണേലിയസ്, ബിഷപ്പ് കൊർണേലിയസ് എലഞ്ഞിക്കൽ, അദ്ദേഹം ഒരു പിതാവിൻ്റെ റോളായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളപ്പോഴും അദ്ദേഹം എന്നെ സെക്രട്ടറി ആയിട്ട് കൂടെ ആയിരിക്കാനായിട്ട് വിളിച്ചു. സെക്രട്ടറി ആയിരിക്കാൻ പ്രത്യേക കഴിവുണ്ടായിരുന്നത് കൊണ്ടല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് എൻ്റെ ദൈവവിളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പോൾ പിതാവും ഇവർ 2 പേരും പരസ്പരം, മൂവരും പരസ്പരം ആശയവിനിമയം ചെയ്യുകയും അതുപോലെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിച്ചെടുക്കണമെന്നുള്ള ആ ഒരു ചിന്തയിൽ എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് വാസ്തവത്തിൽ ഇവരെക്കുറിച്ചുള്ള വാസ്തവത്തിൽ എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളടുത്ത സുഹൃത്തുക്കളാണെങ്കിലും ഞങ്ങൾ ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ ആത്മീയമായ പ്രശ്നങ്ങൾ പരസ്പരം പങ്കുവയ്ക്കും. പരസ്പരം ഞങ്ങൾ കുമ്പസാരക്കാരനായി പരസ്പരം കുമ്പസാരിക്കും. അങ്ങനെ അത് വർഷങ്ങളായിട്ട് ഞങ്ങൾ തുടരുന്നു. അത് വലിയൊരു ആത്മീയമായ ബലമാണ്, സംരക്ഷണമാണ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അച്ഛനുമായുള്ള ബന്ധം എപ്പോഴും വളരെ സന്തോഷകരമായ ഒന്നാണ്. കാരണം എപ്പോഴും പ്രാർത്ഥിക്കുന്ന, ദൈവമായിട്ട് വളരെ അടുത്ത് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അച്ഛൻ്റെ ആ ഒരു ജീവിതം വളരെയധികം പ്രേരണയും പ്രചോദനവും ഒക്കെ നൽകുന്ന ഒന്നാണ്. ആരോടും ഒരിക്കലും ദേഷ്യപ്പെടത്തില്ല. വളരെ സോഫ്റ്റായിട്ട്
മൃദുലമായിട്ടുള്ളൊരു സമീപനമാണ് എല്ലാ കാര്യങ്ങളും അച്ഛനെടുക്കുന്നത്. എൻ്റെ സ്വഭാവം നേരെ തിരിച്ചാണ് ഞാൻ കാണുന്നതിന്. ദേഷ്യപ്പെടും, അച്ഛനോടും ദേഷ്യപ്പെടും പല കാര്യത്തിലും. പക്ഷേ അച്ഛനതൊന്നും പ്രശ്നമല്ല. സ്നേഹത്തിൽ തന്നെ അച്ഛനതെടുക്കും, നല്ല രീതിയിൽ അച്ഛനെ എടുക്കും, ഒരിക്കലും അത് ഒഫൻഡഡ് ആകാറില്ല. പിതാവ് ഞങ്ങളെക്കുറിച്ച് പറയാറുള്ളത് അവർക്ക് 3 പേർക്കും അവരുടെ സ്വഭാവം 3 തരമാണ്, എങ്കിലും 3 പേരും ഒരുമിച്ചാണ്. അതൊരു വലിയൊരു അത്ഭുതമാണ്. അപ്പം ത്രിമൂർത്തികളാണ് ഞങ്ങൾ എന്ന് ഞങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. വൈദികരും പറയാറുണ്ട്, അതുപോലെ പിതാവും പറയാറുണ്ട്. ജസ്റ്റിനച്ഛൻ്റെ പ്രസംഗങ്ങളിലും ധ്യാനങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ആ ഒരു സന്തോഷവും അത് ആസ്വദിക്കുന്ന ഒരു അനുഭവമാണ്. എൻജോയിങ് ജീസസ്, ആ ഒരു ബോധ്യമാണ് എപ്പോഴും അച്ഛനെ കാണാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു അച്ഛൻ ആദ്യം ലഭിച്ച ആ ഒരു അനുഭവം ഇന്നും അച്ഛൻ നിലനിർത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളിലും പ്രാർത്ഥനാ ജീവിതത്തിലും പ്രസംഗങ്ങളിലുമൊക്കെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ അനുഭവത്തെക്കുറിച്ച് അച്ഛൻ അന്ന് ആദ്യകാലങ്ങളിൽ ധ്യാനത്തിലേക്ക് വന്നപ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ചുണ്ടായ ഒരു ബോധ്യം അനേകം ഗാനങ്ങളിൽ കൂടെ പ്രകടിപ്പിക്കുമായിരുന്നല്ലോ. അന്ന് അച്ഛൻ കൂടുതൽ പാടിയിരുന്നൊരു പാട്ട് പാടുന്നത് നന്നായിരിക്കും തോന്നുന്നു. അന്ന് മലയാളം പാട്ടുകൾ ഒന്നും തന്നെ ഇല്ല. പ്രത്യേകിച്ച് ഞാൻ വന്നതിന് ശേഷം 1 വർഷം ഒക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ വരുന്നത്. നവീകരണം 1 വർഷമെങ്കിലും. അന്നേരം മലയാളം പാട്ടുകളൊന്നുമില്ല, ഇംഗ്ലീഷ് പാട്ടുകളായിരുന്നു. അത് കുറേ അധികം ഉണ്ടായിരുന്നു, ചെറിയ 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 പാട്ടുകൾ. അപ്പം അന്ന് പ്രാബല്യത്തിലിരുന്ന പാട്ടുകൾ പലർക്കും അറിയാവുന്ന ഒന്നാണ്, ഗോഡ്സ് ലവ് ഇസ് സോ വണ്ടർഫുൾ. അപ്പം അത് ഒന്ന് പാടാം. God's love is so wonderful, God's love is so wonderful, God's love is so wonderful, oh wonderful love. God's love is so wonderful. ഈ സന്തോഷകരമായ നിമിഷത്തിലും ഞാൻ ആ ഒരു സത്യം മറന്നിട്ടില്ല. ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ ഈശോയാണ്. താങ്ക് യു മാസ്റ്റർ. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥാ